5 പേര് പുതുതായിട്ട് വന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് സീസൺ 7 അങ്ങോട്ട് ചാകരയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ലൈവ് അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എസ്പെഷ്യലി ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെ പോയിട്ട് അടുത്ത ലൈവ് കണ്ടിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിപ്പോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അനുമോള് ജിസേല് ഇതായിരുന്നല്ലോ ശരിക്കും പറഞ്ഞ ഒരു ഗെയിം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഗെയിമിനകത്ത് വലിയ മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഈ ആഴ്ച മുഴുവൻ എല്ലാ ദിവസവും 2 മണിക്കൂർ ജിസേലും അനുമോളും കൂടെ ജയിലിൽ കിടക്കണം എന്നുള്ളതാണ്. രണ്ടുപേരും സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തു. ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 2 മണിക്കൂർ രണ്ടുപേരും ജയിലിൽ കിടന്നോളാം എന്ന് ഒന്നിച്ചൊരു തീരുമാനമൊക്കെ എടുത്തു. അപ്പോഴാണ് ഈ വന്ന 5 പേർക്കും മനസ്സിലായത് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടിയ കാര്യം. അതായത് ഈ തൊട്ട് മുമ്പുള്ള എപ്പിസോഡുകളൊന്നും തന്നെ ഇവരാരും കണ്ടിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഈ പറയുന്ന ജിസേലിന് അനുമോളോട് ഒരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങും. വേറൊന്നും കൊണ്ടല്ല, വന്നു കയറിയ 5 പേരും അനുമോൾക്കാണ് സപ്പോർട്ട്. വന്നു കയറിയ 5 പേരും ഈ പറയുന്ന ആര്യനും ജിസേലിന്റെ അടുത്ത് ഇതുവരെ നേരിട്ട് ആരും ഉടക്കാൻ ചെന്നിട്ടില്ല. പക്ഷെ റെനയുടെ ഉടക്കാൻ ചെന്നു. അതുപോലെ ബിന്നി, അവിടെ ഇവിടെ നിൽക്കുന്ന ബിന്നിയെ കറക്റ്റായിട്ട് ഡിപ്ലോമാറ്റിക് എന്നൊക്കെ പറയുന്നുണ്ട്. രേണുസുതി ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോളെ ആരും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വ്യക്തമായിട്ട് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ. ഞാൻ ജിസേലിനെ കുറിച്ച് അന്നും പറഞ്ഞിട്ടുണ്ട്. ജിസേൽ, നിങ്ങൾ ഈ കാണുന്ന ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ലാലേട്ടൻ വരുമ്പോ മാത്രം അയ്യോ ലാലേട്ടാ എനിക്ക് എന്റെ ഉടുപ്പ് തരുമോ ലാലേട്ടാ, എല്ലാവർക്കും ഉടുപ്പ് കിട്ടി ലാലേട്ടാ എന്ന് പറയുന്ന ജിസേൽ അല്ല റിയൽ ജിസേൽ എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ എന്തായാലും ഒരു സംശയവും വേണ്ട. ജിസേൽ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും നിൽക്കുന്നത് ഓരോ രീതിയിലാണ്. കൂടുതലും സംസാരം ഒഴിവാക്കി നിൽക്കാറുണ്ട്. അതായത് അനുമോളടുത്തൊക്കെ ആണെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ജിസേൽ ഇതിന് വഴക്കടിക്കരുത്, ഇതിന് വഴക്കടിക്കണം, ഇങ്ങനെ വേണം പെരുമാറാൻ, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ജിസേൽ സെൽഫായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് അതനുസരിച്ച് ആൾക്കാരെ, ആ ജിസേലിന്റെ കൂടെ ഉള്ളവരെ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു മാനിപ്പുലേഷനിൽ ഇവരെ എല്ലാവരെയും വട്ടം കറക്കിക്കുകയാണ് ജിസേൽ. പുറത്തു നിന്ന് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി. എന്തായാലും പുറത്തു നിന്ന് കാണുന്നവര്, അതായത് ഇപ്പൊ ഈ 5 പേര് ഇവര് വെറുതെ ബിഗ് ബോസ് വെറുതെ ഇരുന്ന് ലൈവ് കണ്ടിട്ട് വരുന്നവരല്ല. ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് മറ്റുള്ളവരുടെയൊക്കെ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഒരു ഭൂരിഭാഗം എന്താണ് ചിന്തിക്കുന്നത് എന്ന് കണ്ടിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. അതിൽ തന്നെ അനീഷിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരുണ്ട്. അനീഷിനെ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് അനീഷിനെ ഒന്നുകൂടെ ഒന്ന് ഓൺ ആക്കണം, കാരണം അനീഷ് വന്നപ്പോൾ ഉള്ള കണക്കല്ല ഇപ്പൊ കുറച്ച് ഓഫാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. അപ്പൊ അനീഷിനെ നല്ലൊരു ടാർഗറ്റ് ആയിട്ട് എടുത്ത് അനീഷിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയവരുണ്ട്. അതുപോലെ തന്നെ ഈ അനുമോളിനെ, മസ്താനിയൊക്കെ വന്നിട്ട് അനുമോളോട് അങ്ങോട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇനി അനുമോളുടെ ചിരിക്കുന്ന ഒരു മുഖം കാണണം. ഇതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ പറയാം. ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് അനുമോളുടെയും ജിസേലിന്റെയും കാര്യത്തിൽ തീരുമാനം എടുത്തത്, ലാലേട്ടൻ എങ്ങനെയാണ് ഇവരോട് സംസാരിച്ചത് എന്നുള്ളത് ഇവിടെ വന്നു കയറിയ 5 പേർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 5 പേരും ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കത്തുള്ളൂ. കാരണം ഈ ലാലേട്ടന്റെ എപ്പിസോഡ് വന്നപ്പോഴാണ് അനുമോൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ആൾക്കാർ വിലയിരുത്താൻ തുടങ്ങിയത്. അവിടെ അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പറയുന്നുണ്ട് തെറ്റ് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ്. അത് ഞാനും പറയുന്നുണ്ട്. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തെറ്റ് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ അതിന് റീസൺ ഉണ്ട്. ആ പറയുന്ന എല്ലാ ആൾക്കാരും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് അനുമോൾ കണ്ട ഒരു പ്രതിവിധിയാണ് ഇമ്മാതിരി തിരിഞ്ഞു കൊത്തുക എന്നുള്ളത്. അങ്ങനെ തിരിഞ്ഞു കൊത്തുമ്പോൾ അത് ബിഗ് ബോസിനിട്ടും കൊത്തുന്നുണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്ന റൂൾസ് അനുമോൾ അവിടെ ലംഘിക്കുന്നുണ്ട് എന്നൊരു കാര്യമുണ്ട്. പിന്നെ എല്ലാ ദിവസവും അനുമോളും ജിസേലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ബിഗ് ബോസ് തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും ചേരി തിരിഞ്ഞുള്ള അടി കാരണം അവിടെ ബിഗ് ബോസിനകത്ത് മറ്റൊരു കോണ്ടന്റ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടന് ഇത് മാറ്റി പിടിച്ചേ പറ്റൂ. ഇനി അനുമോളും ജിസേലും ഒന്നിക്കുകയാണെങ്കിൽ അവിടെയും അനുമോൾക്ക് തന്നെയായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ജിസേലിന് മാനിപ്പുലേഷൻ പവർ ഉണ്ട്. ജിസേൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അല്ലാതെയാണ് ഈ ഒരു ഗെയിമിനകത്ത് നിൽക്കുന്നത്. ഇവിടെ ആര് ജിസേലിനെ എന്ത് ചെയ്താലും ജിസേലിന് യാതൊരു വകയും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ജിസേൽ. പക്ഷെ അനുമോൾ അങ്ങനെയല്ല. അനുമോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ വന്നിട്ട് എല്ലാവരുടെ ഒരു മാതിരി കൊഞ്ചലും, ആളുടെ യഥാർത്ഥ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു കൊച്ചുകുട്ടിയെ പോലെ നിൽക്കണം, എനിക്ക് കുറച്ച് കൊഞ്ചൽ കൂടുതലാണ് എന്ന് അനുമോൾ ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് അതിലെടുത്ത് 100 ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരിക്കും ഇങ്ങനെയും അല്ലടി, ഞാൻ കുറച്ചും കൂടി കൊഞ്ചലൊക്കെയുള്ള സ്വഭാവം ഉണ്ടല്ലോ, അതൊക്കെ എനിക്കുണ്ട് എന്നൊക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ആദില പറയുന്നുണ്ട്, ആ സ്വഭാവം ഇവിടെ എടുക്കല്ലേ, നിനക്ക് വേറെ വല്ല പേരും വീഴും എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇവർ രണ്ടുപേരും ഒന്നിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത് അനുമോൾക്ക് നല്ലതായിരിക്കത്തില്ല. കാരണം ആരും കുറെ ശ്രമിച്ചതാണ് അനുമോളുടെ കൂടെ കൂടി കുറച്ചുകൂടെ ഒക്കെ പേരുണ്ടാക്കിയെടുക്കാൻ. അത് നടന്നില്ല. അത് അനുമോള് വകവെച്ച് കൊടുത്തില്ല. അതെന്തായാലും ചുറ്റും നിന്ന റെനയും അക്ബറും അപ്പാനിയും ഒക്കെ തന്നെ കാരണമാണ് അനുമോൾ അത് പൊളിച്ച് കൈ കൊടുത്തത്.
ഇനി വന്നു കയറിയിട്ടുള്ളതിൽ എസ്പെഷ്യലി ജിഷിൻ മോഹൻ എല്ലാവർക്കും ഹായ് കൊടുത്തിട്ട് അവസാനം വന്നിട്ട് അനുമോളെ ഹഗ് ചെയ്ത് പിടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഷാനവാസിന്റെ ടീമിലേക്ക്, ഷാനവാസ് ഇപ്പം ടീം പിരിച്ചുവിട്ടു. ഷാനവാസ്, അബി, ഒനീൽ ടീമൊക്കെ പിരിച്ചുവിട്ടിട്ട് ഷാനവാസ് കംപ്ലീറ്റ്ലി ഇപ്പം അനുമോളുടെ ടീമിലേക്കാണ് വന്നിരിക്കുന്നത്. അനുമോള്, അതുപോലെ തന്നെ ആദില, നൂറ, പിന്നെ ശൈത്യ, അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഏതായാലും ശരി, ജിസേലിനും അതുപോലെ അനുമോൾക്കും ഉണ്ടാകുന്ന ഇനിയൊരുള്ള ഒരാഴ്ച, ഈ ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്കും, അടുത്ത ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും ആരൗട്ടാകും എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ കൂടെ തന്നെ ജിസേലിന്റെയും അനുമോളിന്റെയും റേറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു റേറ്റിംഗ്, അവരുടെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എവിടെ എത്തും എന്നുള്ളത് നോക്കാം. ഒന്നുകിൽ അനുമോളും ജിസേലും ഒന്നിച്ച് എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വഴക്കിലേക്കോ, അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ടോപ്പിക്, ഇവരുടെ രണ്ടുപേരുടെയും കോണ്ടന്റ് മിസ്സിംഗ് ആവുന്ന അവസ്ഥയിലേക്ക് മസ്താനിയും വേദലക്ഷ്മിയും ഒക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും മസ്താനി, വേദലക്ഷ്മി, ജിഷിൻ മോഹൻ, ഇവർ മൂന്നുപേരിലും നമുക്ക് പ്രതീക്ഷയൊക്കെ വെക്കാൻ സാധിക്കും. ബാക്കി രണ്ടുപേരും സംസാരിച്ചധികം തുടങ്ങിയിട്ടില്ല. പ്രവീൺ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. പ്രവീണിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അനീഷാണ്. അനീഷ് അല്ലെങ്കിലും ചോദിച്ചു മേടിക്കും. അപ്പോൾ ഏതായാലും ശരി, ജിസേൽ ആൻഡ് അനുമോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ കൺക്ലൂഷൻ എന്തായിരിക്കും? എന്തൊക്കെയാണ് ഇനി ഈ ജെൽ ടാസ്ക് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.